ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് ചെയ്താലോ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാട്ടോ. ഫോണിൽ കളിച്ച് വെറുതെ സമയം കളയാണ്ട് നമുക്ക് ഇതുപോലത്തെ കുറേ ഐഡിയകൾ കണ്ടെത്താം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തതൊന്നുമല്ല. ആദ്യം നമുക്ക് ബ്ലൂ കളർ എടുക്കാം. നമ്മൾക്ക് മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു സൂര്യനെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കഴിയില്ല, അതുകൊണ്ട് സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇതിനാകെ 3 കളേഴ്സാണ് വേണ്ടുള്ളൂ. ഇതിന് വേണ്ട കളർ എന്ന് പറയുന്നത് ബ്ലൂവും പിന്നെ വൈറ്റും ബ്ലാക്കും മാത്രമാണ്. ഫസ്റ്റ് നമുക്കൊന്ന് ഡാർക്കായി കൊടുക്കാം, പിന്നെ ലാസ്റ്റിക്കൊന്ന് ലൈറ്റായി കൊടുക്കാം. നിങ്ങൾക്ക് ആ സണ്ണിനെ കണ്ടിട്ടുണ്ടാവും, മാസ്കിംഗ് ടാപ്പായിട്ട് ചെയ്ത സണ്ണിനെ. പിന്നെ നമുക്ക് കുറച്ച് ഫസ്റ്റ് ഡാർക്കാക്കി കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റിക്ക് ലൈറ്റായി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വെള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുക ലാസ്റ്റ് ഭാഗത്ത്. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഓരോ ഐഡിയയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഫ്രണ്ട്സ്. നമുക്കിത് മൂടിക്കൊടുത്ത് നെക്സ്റ്റ് കളർ എടുക്കാം. അപ്പോൾ സ്പോഞ്ച് ഒന്ന് കഴുകിക്കളാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വൈറ്റാണ് എടുക്കുന്നത്. വൈറ്റിൽ ഒന്ന് ചെയ്യാം. അവിടെ ബ്ലൂവും ആവണ പോലെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ അപ്പുറത്തെ സൈഡായിട്ടാട്ടോ, ഈ സ്പോഞ്ചിൻ്റെ ബാക്ക് ഭാഗമായിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനൊരു ചെറിയ കഷ്ണം സ്പോഞ്ചുമായി നമുക്ക് ഇങ്ങനെ നല്ല സിമ്പിളായിട്ടുള്ള ഇതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ മല വരയ്ക്കുന്നുണ്ടെന്ന് പെൻസിലായിട്ട്, എന്നിട്ട് ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റായിട്ട് ഔട്ട്ലൈനും ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ടെങ്കിൽ നേരെ ഔട്ട്ലൈൻ ചെയ്യാൻ പോയാൽ തെറ്റും. അതുകൊണ്ട് ഞാൻ പെൻസിലായിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഔട്ട്ലൈന് ബ്ലാക്കായിട്ട് ചെയ്യുന്നത്. ബ്രഷ് ഒന്ന് കഴുകിയിട്ട് ചെയ്യണം കേട്ടോ, നന്നായി തുടക്കും വേണം. നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം. ഔട്ട്ലൈന് നിങ്ങൾ ആരും നേരെ പോയി ഔട്ട്ലൈന് വരയ്ക്കരുത്. ആദ്യം നമ്മൾ പെൻസിലായിട്ട് വരച്ചിട്ട് വേണം ഔട്ട്ലൈന് വരയ്ക്കാൻ. അല്ലാണ്ടെങ്കിൽ എന്തായാലും തെറ്റുന്നതായിരിക്കും. കുറച്ച് സബൂറൊക്കെ വേണം കേട്ടോ, എന്നാലും മെല്ലെ ചെയ്യണം. സ്പീഡിൽ ഒരു റോക്കറ്റ് പോണ പോലെ ചെയ്ത് എന്തായാലും കൊള്ളാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ 2 മലയെ വരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര 3 എണ്ണം വേണമെങ്കിൽ നിങ്ങളുടെ പേപ്പറിനനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാനിതിൻ്റെ പുറം ഭാഗം മറ്റേ ബ്ലാക്ക് ബ്രഷായിട്ടും പിന്നെ ഉള്ള സ്പോഞ്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷായിട്ട് ചെയ്താലും മതി. ഇങ്ങനത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. ഇതാണ് ഫൈനൽ ലുക്ക്. മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. കുറേ ഐഡിയാസ് ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാൻ. വെറും 3 കളറായിട്ട് 2 കളറായിട്ടൊക്കെ എത്ര ഐഡിയാസ് ഉണ്ട് ഇതുപോലത്തെ. നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മാസ്കിംഗ് ടാപ്പ് ഊരുക, മെല്ലെ ഊരണം കേട്ടോ. ആരും സ്പീഡിൽ അങ്ങോട്ട് ഊരരുത്. സ്പീഡിൽ ഊരിയാൽ ചിലപ്പോൾ പേജ് കീറാൻ ചാൻസ് ഉണ്ട്. ഈ മാസ്കിംഗ് ടാപ്പ് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതിന് 25 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ മാസ്കിംഗ് ടാപ്പ്. ഓൺലൈനിലും കിട്ടുന്നത്. ആരും സ്പീഡിൽ വലിച്ചെടുക്കരുത് കേട്ടോ. സ്പീഡിൽ വലിച്ചെടുത്ത് എന്തായാലും
പേജ് കീറും, അത് ഉറപ്പാണ്. ഞാൻ ലാസ്റ്റാണ് സണ്ണ് ഊരുന്നത്. നമുക്ക് ആ സണ്ണ് ഊരിയെടുക്കാം. ഈ സണ്ണ് നല്ല മെല്ലെ ഊരണം കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.